ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സാരിയൊക്കെ മാറിയിരിക്കുന്നത് മോളെ പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പല്ല് കെട്ടിയിട്ടുള്ള അമ്മമാരുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് മാസത്തിലൊരിക്കൽ അവരെ പല്ല് ടൈറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിന് പോകുന്നൊരു ദിവസമാണിന്ന്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ എന്നെപ്പോലെയുള്ള അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ, പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവരുടേതായ രീതിയിലായാലും അവരെ മക്കളുടെ പല്ലിൻ്റെ കാര്യത്തിലായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പല്ലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ള എൻ്റെ ഒരു ബേസിക് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ദുബായിൽ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും നമുക്ക് പലപ്പോഴും കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നത് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് പീഡിയാട്രിക് ഡെൻറ്റിസ്ട്രിയിലാണ്. അതുകൊണ്ടാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു പാരൻറ്റ് എന്ന രീതിയിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത്, അതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവ് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പല്ല് സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് വലുതായിട്ടാണെന്ന്. അല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലേ പല്ലിൻ്റെ സംരക്ഷണത്തിൽ പാരൻസിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ കൂടുതൽ ആധികാരികമായൊന്നും പറഞ്ഞു പോകുന്നില്ല, കാരണം നമ്മൾ ഒരു ഒരമ്മ എന്ന രീതിയിൽ, ഒരപ്പ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുല കുടിക്കുന്ന കുട്ടികളുള്ളപ്പോൾ മുതൽ നമ്മൾ അവരുടെ, അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക, പല്ലുണ്ടാവില്ല, അവർ മോണകളായിരിക്കും അല്ലേ. ആ മോണയെ തൊട്ട് നമ്മൾ സംരക്ഷിച്ച് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന അമ്മമാരുണ്ടെങ്കിൽ നമ്മളൊരു വൈറ്റ് കോട്ടൺ തുണി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് ഓരോ പ്രാവശ്യം പാല് കുടിച്ച് കഴിയുമ്പോൾ എന്നാണ് ഡോക്ടേഴ്സ് അവകാശപ്പെടുന്നത്. അത് എത്രമാത്രം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു മോർണിംഗ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞുള്ള ടൈമിൽ, രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഉറക്കത്തിൽ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത് എപ്പോഴും എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെയുള്ളൊരു കോട്ടൺ പീസിൽ നനവാക്കിയിട്ട് അവരുടെ മോണകൾ താഴത്തും മുകളിലും ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം മിൽക്കിൽ നിന്നുണ്ടാകുന്ന ഷുഗർ അത് അവരുടെ പല്ലുകളെ ബാധിക്കും. അതുകൊണ്ടാണ്, കാരണം അവരെപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, ആ പ്രായമാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മോണകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്തരത്തിലാണ്. ഇനി 6 മാസമുള്ളപ്പോൾ തൊട്ട് നമ്മുടെ മക്കൾക്ക് പല്ലുകൾ വരാൻ തുടങ്ങും. അതായത് അവരുടെ പാൽ പല്ലുകൾ, അല്ലെ മിൽക്ക് ടീത്തുകൾ എന്ന് പറയും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ കുട്ടികളെ അനുസരിച്ചും ചിലപ്പോൾ വൈകിട്ടായിരിക്കും, ചിലർക്ക് നേരത്തെയാവും, അങ്ങനെയൊക്കെ. എന്നാലും ഒരു യൂഷ്വലി ഒരു 6 മന്തിലാണ് നമ്മൾ അവരുടെ പല്ലിൻ്റെ മോണ പൊട്ടിത്തുടങ്ങാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്. മോണ പൊട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷനുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പല്ല് വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് കാര്യമായിട്ടുള്ള പനി, വയറിളക്കം, ഛർദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അവർ മോണ പൊട്ടിയിട്ട് പല്ലുകൾ പുറത്ത് വരുന്നതിന് ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രക്രിയയാണത് കേട്ടോ. അപ്പോൾ ഇനി പല്ലിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് ബ്രഷിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂ ബോൺസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു 6 മാസം തൊട്ട് 2 ഇയേഴ്സ് വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ മക്കൾ, നമ്മൾ രാവിലെയും വൈകിട്ടും അവരെ നന്നായി കൈ വെച്ചിട്ടാണെങ്കിലും അവരുടെ പല്ലുകൾ ക്ലീൻ ചെയ്യണം. അവരെ കുലുക്കുഴിഞ്ഞ് തുപ്പാനുള്ള, ആദ്യമൊക്കെ അവർക്കത് സാധിക്കുന്ന കാര്യമല്ല, എന്നാലും നമ്മൾ അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വായ കഴുകിക്കണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ബ്രഷിങ്ങിലോട്ട് വരുമ്പോൾ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് മുതലാണ് നമ്മളുടെ കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് ആരംഭിക്കുന്നത്. നമുക്കിപ്പോൾ 2 ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ 3 ഇയേഴ്സിൻ്റെ അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്രഷസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതുപോലെയുള്ള സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം അവരെ ഫസ്റ്റ് ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ അത് കുട്ടികളായാലും മുതിർന്നവരായാലും രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഉൾക്കൊണ്ടേ പറ്റൂ. മോർണിംഗ് ബ്രഷ് ചെയ്യുക എന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് രാത്രി കിടക്കുന്നതിന് മുന്നും നമ്മളുടെ പല്ലും നമ്മുടെ മോണകളും ശുചിയായിട്ട് കിടന്നുറങ്ങാൻ പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ബ്രഷ് ചെയ്യാൻ ആദ്യമേ ബ്രഷ് പിടിക്കുന്ന പ്രായത്തിൽ തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമാണ് മോർണിംഗ് ബ്രഷ് ചെയ്യണം, വൈകുന്നേരം ബ്രഷ് ചെയ്യണം. അപ്പോൾ 2 ടൈംസ് എ ഡേ എന്നുള്ളതാണ് ബ്രഷിങ്ങിൻ്റെ എണ്ണം.
ഇനി അത് എത്ര സമയമാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്? 2 മിനിറ്റ്സ് ആണ് ബ്രഷ് ചെയ്യാനായിട്ടാണ് കുട്ടികളോട് പോലും പീഡിയാട്രിക് ഡെന്റിസ്ട്രി പറയുന്നത്. അതായത് 1 മിനിറ്റ് അപ്പർ ടീത്തിനും 1 മിനിറ്റ് ലോവർ ടീത്തിനും. അങ്ങനെ 2 മിനിറ്റ്സ് ആണ് നമ്മൾ ഒരു പ്രോപ്പർ ബ്രഷിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ബ്രഷ് ഉപയോഗിക്കേണ്ട കാലഘട്ടം നമ്മളുടെയൊക്കെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്രഷ് വാങ്ങിച്ചാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ പപ്പും തൂലും പറയുന്നത് വരെ നമ്മൾ ബ്രഷ് ഉപയോഗിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 3 മന്ത്സ് ആണ് ഒരു ബ്രഷ് ഉപയോഗിക്കേണ്ട കാലാവധി. മാക്സിമം 6 മന്ത്. അതിൽ കൂടുതൽ യാതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് ഉപയോഗിക്കരുത്. അപ്പോൾ അതാണ് ബ്രഷും ബ്രഷിങ്ങിൻ്റെ ടൈമിങ്ങിനെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ കുട്ടികളുടെ ബ്രഷിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കുട്ടികൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് പേസ്റ്റ് കൊടുക്കണം. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പീ സൈസ് പേസ്റ്റ് എന്നാണ് ഡെന്റിസ്ട്രിയിൽ പറയുന്നത്. പീ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉണക്കപ്പയറിൻ്റെ മണി എത്രയുണ്ടോ ആ മണിയുടെ വലിപ്പത്തിലുള്ള പേസ്റ്റ് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പല പേരൻസും പറയാറുണ്ട്, മകൾക്ക് അല്ലെങ്കിൽ മകന് അവർക്ക് നന്നായി തുപ്പാൻ അറിയില്ല, അപ്പോൾ അവരത് വിഴുങ്ങിക്കളയുന്നു. കുറച്ചൊക്കെ രീതിയിൽ അത് അകത്തോട്ട് പോയാലും അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ മാക്സിമം അവരെ ബ്രഷ് ചെയ്ത് തുപ്പാൻ നമ്മളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ചെറിയ രീതിയിൽ നമ്മുടെ പേസ്റ്റ് അകത്ത് പോകുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ പല്ലിൻ്റെ സ്ട്രെങ്ത്തിന്, നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ബലം വേണം അല്ലേ. അതുപോലെ നമ്മുടെ പല്ലിൻ്റെ ബലത്തിന് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റുകളിൽ ഫ്ലൂറൈഡിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെറിയ തോതിൽ നമ്മുടെ വയറ്റിൽ പോയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നല്ലതാണ്. ഇനി അത് ഒരുപാടായി കഴിഞ്ഞാൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന അസുഖത്തിലോട്ട് കടക്കും. അതൊരു അസുഖമല്ല, ഒരു കണ്ടീഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നഖത്തിലൊക്കെ നമ്മളിങ്ങനെ വൈറ്റ് കളറിൽ പാച്ചസ് കാണാറുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഞങ്ങൾ അത് വന്നാൽ ഞങ്ങൾ പറയും, ഓ ഭാഗ്യക്കോടി വന്നിട്ടുണ്ട്, പുതിയ ഡ്രസ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇതേപോലെ തന്നെ വൈറ്റ് പാച്ചസ് നമ്മളുടെ പല്ലുകളിൽ വരുന്നതിനെയാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫ്ലൂറൈഡിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുതലാകുന്നു എന്നുള്ളതിന് പല്ലുകൾ കാണിക്കുന്ന റിയാക്ഷനാണ് ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞാൽ. അതിനും ഡെന്റിസ്ട്രിയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടികളുടെ ബ്രഷിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം ഇപ്പോൾ രാവിലെ ബ്രഷ് ചെയ്യണം, രാത്രി ബ്രഷ് ചെയ്യണം, അത് ആവശ്യമാണ്. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വായ നന്നായി കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ച രീതികളേക്കാൾ നമ്മൾ വൃത്തിയുടെ ഒരു ഭാഗമാണത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് മക്കളെ ശീലിക്കണം. പിന്നെ ഇനിയിപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന കാരീസ് അല്ലെങ്കിൽ ക്യാവിറ്റി, ബ്ലാക്ക് കളറിലുള്ള മാർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടിയുടെ പല്ലിന് എന്തോ കേട് വരുന്നുണ്ട് എന്നുള്ളത് അല്ലേ. കുട്ടികളുടെ പല്ലിന് കേട് വരാനായിട്ട് കാരണമാക്കുന്ന കാര്യമാണ് ഷുഗർ. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഷുഗർ ആണ് നമ്മളുടെ പല്ലിൻ്റെ ക്യാവിറ്റീസിന് മെയിൻ കാരണം. അത് ലിക്വിഡ് ഷുഗർ, അതായത് പാലിൽ നിന്നുള്ള ഷുഗർ അല്ലെങ്കിൽ ജ്യൂസിൽ നിന്നുള്ള ഷുഗർ, ലിക്വിഡ് ഷുഗറുകളാണ് നമ്മുടെ കുട്ടികളുടെ പല്ലിൻ്റെ ഇടകളിൽ വരുന്ന കേടിനെ കാരണമാക്കുന്നത്. കാരണം ലിക്വിഡ് എന്ന് പറയുമ്പോൾ അത് വളരെ ആഴത്തിൽ തന്നെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് കുട്ടികൾ പാല് കുടിച്ചാലും ജ്യൂസ് കഴിച്ചാലും നമ്മൾ എന്ത് പറയണം അവരുടെ അടുത്ത്? വായ നന്നായി റിൻസ് ചെയ്ത് തുപ്പിക്കളയാനായിട്ട് പറയണം. ആ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ പല്ലിന്. അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ബ്രഷ് ചെയ്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ അംശം പല്ലിൽ നിന്ന് കളയാനായിട്ട് നമ്മൾ മക്കളോട് പറയണം. കാരണം അതവിടെ സ്റ്റിക്കായി ഇരുന്ന് അതിൻ്റെ ഷുഗറിൻ്റെ അംശമാണ് നമ്മുടെ പല്ലിന് നാളെ ബാക്ടീരിയാസ് വർദ്ധിപ്പിക്കാനും ക്യാവിറ്റീസും കാരീസൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ കാരണമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബ്രഷ് ചെയ്യുമ്പോൾ, നമ്മൾ സ്വതവേ ബ്രഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടർ പാർട്ട് നമ്മൾ ബ്രഷ് ചെയ്യും, നമ്മുടെ ഒക്ലൂസൽ പാർട്ട് കടി വരുന്ന ഭാഗവും ബ്രഷ് ചെയ്യും. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ ഔട്ടർ, ഒക്ലൂസൽ പാർട്ട് കടി വരുന്ന ഭാഗം, അതുപോലെ തന്നെ ഇന്നർ ഭാഗവും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ പല്ലിൻ്റെ റാ പോലെ വരുന്ന ഭാഗവും മോണയും തമ്മിലുള്ള ഭാഗത്ത് നമ്മൾ നന്നായി ബ്രഷ് ചെയ്യണം. അതായത് പകുതി ഭാഗം മോണയും പകുതി ഭാഗം പല്ലിൻ്റെ ആർച്ചുകൾ വരുന്ന ഭാഗവും കവർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യണം. നമ്മൾ മക്കൾ രാവിലെ പല്ല് തേച്ച് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തുമ്പൊക്കെ നല്ല സ്റ്റാർ ഷൈനിങ് ആയിരിക്കും. പക്ഷേ ഈ ഒരു മോണയുടെ ഭാഗത്തോട്ട് അവർ ബ്രഷ് ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ അഴുക്കിരിക്കുന്നത് കാണാൻ പറ്റും. വൈറ്റ് കളറിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇരുന്നാൽ കൂടുതൽ സമയം ഇരുന്നാൽ വലിയവരിലായാലും ഇതേ കാര്യം തന്നെയാണ് കേട്ടോ.
കൂടുതൽ കൂടുതൽ സമയം അത് ഇരുന്നാൽ എന്തുണ്ടാവും, നമ്മുടെ മോണ പൊന്താൻ തുടങ്ങും, മോണ പല്ലിൽ നിന്ന് കയറാൻ തുടങ്ങും, അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മോണയും പല്ലും ജോയിൻ്റ് ചെയ്യുന്ന ആർച്ച് ഭാഗം നന്നായി ബ്രഷ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അവിടെ അഴുക്കുള്ള ആളുകളാണെങ്കിൽ, ആ ഒരു പ്ലേക്ക് ബാക്ടീരിയാസിൻ്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ആദ്യത്തെ ദിവസമൊക്കെ അങ്ങനെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചോര വരാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം അവിടെ ബാക്ടീരിയാസ് ഉണ്ട് എന്നുള്ളതാണ്, അതല്ലാതെ അവിടെ മുറിയുന്നു എന്നുള്ളതല്ല. ആ ഒരു ബ്ലഡ് വരുന്നതുകൊണ്ട് നമ്മൾ യാതൊരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അഴുക്ക് അവിടെ നിന്ന് നീങ്ങുന്നതിൻ്റെ സിമ്പനാണത്. അപ്പം അങ്ങനെ ചോര വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ബ്രഷിങ്ങിന് ശേഷം നന്നായി ഗാർഗിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ചിലപ്പോൾ ആ ബ്ലഡ് വരാൻ സാധ്യതയുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ടീരിയാസ് ഒക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ പല്ല് ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മോണകൾ, നമ്മുടെ ചുണ്ടിൻ്റെ ഉൾഭാഗവും നമ്മൾ ചെറിയ രീതിയിൽ ബ്രഷ് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു മൈൽഡായിട്ടുള്ള ബ്രഷിംഗ് ആണ് എപ്പോഴും നമുക്ക് ഉപകാരമുള്ളത് കേട്ടോ. ഇനി പല്ലുകളിലെ കുട്ടികൾക്ക് ഇതുപോലെ കാരിസ് കണ്ടാൽ, ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടാൽ, നമ്മൾ എന്തായാലും ഡെൻറ്റിസ്റ്റിൽ പോകണം, നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പല്ല് പറഞ്ഞു പോകുമല്ലോ, പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കുട്ടികളുടെ പല്ലിലുള്ള ആ കേട് അവിടെ ഇരുന്നാൽ ആ പല്ല് ചിലപ്പോൾ നാളെ പറഞ്ഞു പോകുന്ന പല്ലായിരിക്കും. പക്ഷേ അത് പറഞ്ഞു പോകാൻ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു പോകുന്ന പല്ലാണെങ്കിൽ കുഴപ്പമില്ല, ഡോക്ടേഴ്സ് ആണെങ്കിലും ഒന്നും ചെയ്യില്ല, ലീവ് ഇറ്റ് എന്ന് പറയും അവർ. കാരണം അതൊരു സമയമാകുമ്പോൾ പറഞ്ഞു പോകാറായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അവരുടെ പെർമനൻറ്റ് പല്ല് തൊട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതിനധികം ആയുസില്ല, അപ്പോൾ അത് പൊക്കോളും. അതല്ലാത്ത പക്ഷം ഒരുപാട് സമയമെടുത്ത് പോകേണ്ട പല്ലാണെങ്കിൽ നമ്മൾ ആ പല്ലിനെ ഫില്ലിങ് ചെയ്ത്, അത് കാരീസ് ക്ലിയർ ചെയ്ത് നമ്മളവിടെ ഫില്ലിങ് ചെയ്ത് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ആ കേട് അവിടെ ഇരുന്ന് അത് ആ പല്ലിൻ്റെ റൂട്ടിനെ ബാധിക്കും. റൂട്ടിലുള്ള ഇൻഫെക്ഷൻ വരാൻ പോകുന്ന പെർമനൻറ്റ് പല്ലിനെയും ബാധിക്കും. അതുകൊണ്ടാണ് കുട്ടികളിൽ നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ പെർമനൻറ്റ് പല്ലിനെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു എയിമോട് കൂടിയാണ് നമ്മൾ മിൽക്ക് ടീത്തുകളിലുള്ള കാരിസിനെ നമ്മൾ ടെമ്പററി ടീത്തിലുള്ള ആ ഒരു കാരിസിന് നമ്മൾ നീക്കം ചെയ്ത് കളയുന്നത്. ഇനി ആ കാരിസ് അവിടെ ഇരുന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നമ്മളത് റൂട്ടിനെ എഫക്റ്റ് ചെയ്യും. റൂട്ടിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പെർമനൻറ്റ് പല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. ഇനി റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലുകൾ നമ്മൾ കുട്ടികൾ നിർബന്ധമായും ക്യാപ്പിട്ട് തന്നെ അതിനെ സംരക്ഷിക്കണം. അതിപ്പോൾ കുട്ടികളിലായാലും വലിയവരിലായാലും ഒരു ചെടിയുടെ വേര് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ബലത്തിൽ അത് മണ്ണിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ശക്തിയായ ഒരു കാറ്റോ മഴയോ വന്നാൽ അത് മറഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ റൂട്ടുകൾ നശിച്ച് പോയാൽ, റൂട്ട് കനാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ റൂട്ട് ക്ലിയർ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റൂട്ടുകളില്ലാത്ത പല്ലുമേ കാര്യമായി നമ്മളൊന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് സ്വാഭാവികമായിട്ടും പൊട്ടും. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആ പല്ലിന് സ്ട്രോങ് ആയിട്ടുള്ള ബൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പല്ലിൻ്റെ മേലെ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചില മാതാപിതാക്കൾ, ചിലപ്പോൾ പാരൻസ് പറയാറുണ്ട് ഇത്രയും കേടായ പല്ലിൽ ഇനിയിപ്പോൾ റൂട്ട് കനാലൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അതങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്ക്, കുഴപ്പമില്ല, പെർമനൻറ്റ് പല്ല് വരുമ്പോൾ വന്നോളും, അതവിടെ ആ ഒരു സ്ഥലം അവിടെ കിടന്നോട്ടെ എന്ന് പറയും. പക്ഷെ ആ സ്ഥലം അവിടെ കിടക്കില്ല. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എപ്പോഴും പല്ല് റൂട്ട് കനാൽ ചെയ്യണം, ക്യാപ്പ് ഇടണം എന്ന് പറയുന്നത്. കാരണം ഈ പല്ല് നമ്മൾ എടുത്ത് കളഞ്ഞു, ഇനി ഈ പല്ല് വരാനായിട്ട്, ആ പുതിയ പല്ല് വരാനായിട്ട് സമയം എടുക്കുന്ന കാര്യമാണെങ്കിൽ അടുത്തടുത്ത പല്ലുകൾ തമ്മിൽ കൂടാൻ തുടങ്ങും. തമ്മിലുള്ള പല്ലുകൾ കൂടുമ്പോൾ എന്തുണ്ടാവും, അടിയിൽ നിന്ന് വരുന്ന പെർമനൻറ്റ് പല്ലിന് പിന്നെ സ്പേസ് ഇല്ലാതാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ പല്ലുകൾ കൃത്യമായ സമയത്ത് പോകുന്നു, അല്ലെങ്കിൽ പല്ലുകൾ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശമാണ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അടുത്ത് വരുന്ന പല്ലുകൾക്കുള്ള സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പല്ലിനെ എടുത്ത് കളയാതെ അവിടെ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് പല്ലിന് സുഗമമായി വരാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ആ ഒരു സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, 2 പല്ലുകൾ കൂടിയിരുന്നു, അടുത്ത പല്ലിന് വരാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ചെയ്യേണ്ട പണികൾ വളരെ ഇരട്ടിപ്പണികളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴും പറിച്ച് കളയണം, അല്ലെങ്കിൽ പറിച്ച് കളയേണ്ട, അതിനിങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ പല്ലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതായത് ഇപ്പോൾ കൂടുതലും കുട്ടികൾക്കും പുഴുപ്പല്ലും അല്ലെങ്കിൽ നമ്മൾ പല്ലിന് കേടൊക്കെ കണ്ടിട്ടുള്ളത് ഒരു നഴ്സറി പ്രായം അതൊക്കെയാണല്ലേ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ഇനി അടുത്തത് നമ്മുടെ പല്ല് കെട്ടുന്ന ഒരു രീതിയിലോട്ട് എത്തുന്ന സമയം. അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലിൻ്റെ ഡോക്ടേഴ്സിനെ നമ്മൾ ഓർത്തോപെഡിക് ഡോക്ടേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ പല്ല് കെട്ടുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഓർത്തോഡോണ്ടിക് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഓർത്തോഡോണ്ടിക് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പല്ല് കെട്ടുക എന്ന് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സ്മൈൽ കറക്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യന് പല്ല് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നന്നായി അരച്ച് ഭക്ഷണം കഴിക്കാൻ പല്ല് വേണം. അതുപോലെ നമ്മളുടെ സംസാരം നല്ല സ്ഫുടമായതാകാനായിട്ട് പല്ലുകളുടെ നിര ശരിയാവണം. അതുപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പുഞ്ചിരിക്ക് നമുക്ക് പല്ല് വേണം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്ഷൻസ് ആണ് ഒരു ഓർത്തഡോണ്ടിക് എന്ന് പറയുന്ന ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ മക്കൾ ചിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളൊരു പാരൻറ്റിനെ എന്താ പറയുക, ഒന്ന് ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഇപ്പം ചില കുട്ടികളുടെ പല്ലിന് അകൽച്ചകൾ കൂടുതലായിരിക്കും. ഒരു പല്ലെന്ന് പറഞ്ഞാൽ അതിന് ഒരു നിശ്ചിത അകലമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ? നമുക്കത് കാഴ്ചയിൽ കാണാൻ പറ്റില്ലാത്ത മൈന്യൂട്ടായിട്ടുള്ള അകൽച്ചകളാണ് നമ്മുടെ പല്ലിൻ്റെ ഇടകളിലുള്ളത്. അപ്പോൾ വിസിബിൾ ആകുന്ന രീതിയിലുള്ള പല്ലിൻ്റെ അകൽച്ചകൾ നമുക്ക് കമ്പിയിട്ട് ശരിയാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് കൂടുതൽ ക്രൗഡഡ് ടീത്ത്, അതായത് ഒരു മോണയിൽ പല്ലിന് വരാൻ സ്ഥലമില്ലാത്തതുപോലെ ക്രൗഡഡ് ആയിട്ട് അങ്ങനെയും ഇങ്ങനെയൊക്കെ ടീത്തുകൾ നിൽക്കുക. അത് പലപ്പോഴും നമ്മൾ പറിച്ച് കളയേണ്ട സമയത്ത് നമ്മളുടെ പല്ലുകൾ പറിച്ച് കളയാതിരുന്നിട്ട് പെർമനൻ്റ് പല്ല് വന്നിട്ടുണ്ടായിരിക്കും. അത് കുറേ നാളവിടെ ഇരുന്ന് തിങ്ങി 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 അതൊരു വിധത്തിൽ പുറത്ത് വന്നപ്പോഴായിരിക്കും മറ്റേ നമ്മുടെ പാൽപ്പല്ല് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു ക്രൗഡഡ് ടീത്തിൻ്റെ കാരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓവറായിട്ടുള്ള കൺജഷൻ നമുക്ക് ജോലി ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അതും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് കോമൺ ആയിട്ട് നമ്മൾ പറയും, അല്ലേ, കോമൺ ആയിട്ട് നമ്മൾ പറയും എപ്പോഴും പല്ല് കെട്ടണം, പല്ല് പൊന്തിയിട്ടുണ്ട്, പല്ല് കെട്ടണം എന്ന് പറയും, അല്ലേ? അപ്പോൾ അതുപോലെ പല്ല് ഉന്തി നിൽക്കുക, അല്ലേ, മേലോട്ട് പൊന്തി നിൽക്കുന്നതും പല്ല് കെട്ടേണ്ട കാര്യം തന്നെയാണ്. ചില കുട്ടികൾക്ക് പല്ലായിരിക്കില്ല, മോണയായിരിക്കും പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു കറക്ഷൻ വേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മളുടെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പല്ലാണ് താഴത്തെ പല്ലിനെ കവർ ചെയ്ത് നിൽക്കേണ്ടത്. ഇതാണ് ഒരു നോർമൽ ബൈറ്റ്. അപ്പോൾ ചില കുട്ടികളിൽ ഇത് ഒപ്പമായിരിക്കും, അത് ഒരു കറക്ഷൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ചിലവരിൽ താഴത്തെ പല്ലായിരിക്കും മേലത്തെ പല്ലിനെ കവർ ചെയ്ത് നിൽക്കുന്നത്, അതും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതും ഒരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമ്മുടെ ജോ ലൈൻ മുന്നോട്ട് ഉന്തി വരുന്നു എന്നുള്ളത്. നമ്മുടെ ഈ ഒരു താടിക്ക് ഒരു നോർമൽ ഒരു ലെങ്ത് ഉണ്ട്, അതിൽ കൂടുതൽ അത് വളരുന്നു എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഓർത്തോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ സാധാരണ രീതിയിൽ മൗത്ത് ബ്രീത്തേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, അതായത് മൂക്കിലെ ദശ കൊണ്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ തൊണ്ടയിലെ പ്രശ്നം കൊണ്ടോ വായ തുറന്നു പിടിച്ച് ഉറങ്ങുന്ന കുട്ടികളുണ്ടായിരിക്കും, മൗത്ത് ബ്രീത്തേഴ്സ്. അവരിലാണ് കൂടുതലായിട്ടും ഈ ജോ ലൈൻ കൂടി വരുന്നതായിട്ട് കാണാറുള്ളത്. പിന്നെ ഇതെല്ലാത്തിനും പുറമെയുള്ള ഒരു പ്രശ്നമാണ്, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള പല്ലുകളൊക്കെ ഒരേപോലെ ആയിരിക്കും. സെൻട്രൽ ഭാഗം, അതായത് നമ്മുടെ ഈ നടുവിൽ കാണുന്ന വലിയ പല്ല് നമ്മൾ സെൻട്രൽ ഇൻസിസേഴ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ പോലെ, ഒരു മാംസം പോലെ ഒരു കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളുടെ ആ രണ്ട് പല്ലിൻ്റെ ഇടയിൽ അകൽച്ചയുണ്ടായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് ഫ്രെനം എന്നാണ്. അതൊരു മസിലാണത്, ചെറിയ രീതിയിലുള്ള ഒരു മസിലാണത്. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മക്കളുടെ പല്ല് കൂടി വരില്ല, കാരണം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിലാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പല്ലുകളെ അകത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്രെനം എന്ന് പറയുന്നത് കരിയിച്ച് കളയണം. ഇന്നിപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജിയിൽ നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ടാണ് അത് കരിയിച്ച് കളയുന്നത്. അത് വളരെ ഒരു 10 മിനിറ്റിൻ്റെ പ്രൊസീജിയറേ ഉള്ളൂ, കരിപ്പിക്കും, അതവിടെ കരിയിച്ച് കളയും. അതിന് മുറിവുകളോ ചോരയോ വരലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു വെള്ളക്കളർ ആദ്യത്തെ ദിവസം ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ എരിവുള്ളതോ അല്ലെങ്കിൽ സിട്രിക് ആയിട്ടുള്ള പുളിപ്പ്, അതിനെ അരോചകപ്പെടുത്തുന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ അത് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ആ ഒരു ഫ്രെനം എന്ന് പറയുന്നത് ചിലവർക്ക് പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ മാംസം പോലെ ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് നമ്മളുടെ ചുണ്ട് മുകളിലോട്ട് വലിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് നേരത്തെ ഒരു പാട, ആ പാട പല്ലിൻ്റെ ഈ ഇട വരെ ആയിട്ട് മുട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രെനക്ടമി എന്ന് പറയുന്നത്. ആ ഒരു
ലെയറിനെയാണ് നമ്മൾ ഫ്രെനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് ഫ്രെനക്ടമി, റിമൂവൽ ഓഫ് ഫ്രെനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് പല്ലിൻ്റെ അകൽച്ച, കൂടുതലായിട്ടുള്ള പല്ലിൻ്റെ ക്രൗഡിങ്, പിന്നെ ഈ ഒരു ഇടയിലുള്ള പല്ലിൻ്റെ ഗ്യാപ്പ്, പിന്നെ പല്ല് പൊന്തി നിൽക്കുക, താഴത്തെ പല്ല് മേലെ വരിക, അല്ലെങ്കിൽ ഒപ്പമായി നിൽക്കുക, ജോ ലൈൻ ഉയർന്നു നിൽക്കുക, അതുപോലെ തന്നെയാണ് പല്ലിൻ്റെ അലൈൻമെൻറ്റ്. അതായത് നമ്മുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ, നമ്മളുടെ അറ്റത്തെ പല്ലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മളുടെ കടി, ബൈറ്റ് കറക്റ്റ് ആയിരിക്കണം. ചിലവർക്ക് അത് ഒന്ന് സ്ലൈഡ് ചെയ്ത്, ഒരു ഭാഗം കുറച്ച് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ആയിട്ട് മാറി നിൽക്കും. അതായത് നമ്മുടെ ബൈറ്റ് അലൈൻമെൻറ്റ് ശരിയല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ ഇടയായാൽ 8 വയസ്സിൽ നമ്മൾ ആദ്യത്തെ ഓർത്തോഡോണ്ടിക് കൺസൾട്ടേഷൻ നടത്തണം. ആ ഒരു 8 വയസ്സിൽ അവരൊന്നും ചെയ്യില്ല, കാരണം നമ്മളുടെ മക്കളുടെ പല്ലിൻ്റെ എല്ലാ വളർച്ചകളും പൂർത്തിയായിട്ടില്ല. ഏറ്റവും 3rd മോളാഴ്സ് വരെ നമുക്ക് സമയമെടുക്കും. പക്ഷെ അതിൻ്റെ തൊട്ട് മുന്നത്തെ മോളാഴ്സ് വരെ നമുക്ക് 12 വയസ്സാകുമ്പോഴാണ് ഏകദേശം വന്ന് ഫില്ലാവുന്നത്. അപ്പോൾ 8 വയസ്സിൽ അവർ ഈ കറക്ഷൻസ് ഒന്നും ഒരു പക്ഷെ ചെയ്യില്ല. പക്ഷേ ഈ ജോ ലൈൻ ഉന്തി വരുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മുടെ ആ സമയത്ത് എല്ലിൻ്റെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കത് ഇനിയും ആ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കറക്ഷൻസ് അവർ ചെയ്യും. കൂടുതലും പല്ല് കെട്ടുക അങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ അവർ ചെയ്യില്ല. പക്ഷേ 8ാമത്തെ വയസ്സിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിരുന്നാൽ നമുക്ക് അവരൊരു ഐഡിയ തരും. കാരണം ഈ കുട്ടിക്ക് പല്ല് കെട്ടണോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ വായുമായി ബന്ധപ്പെട്ട്, പല്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള എന്നുള്ളൊരു ഐഡിയ ഡോക്ടേഴ്സ് തരും. എന്നിട്ട് അവർ പറയുന്ന പ്രായത്തിൽ പോയിട്ട് നമുക്കതിൻ്റെ പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഒരു 8 വയസ്സിൽ നമ്മൾ കൺസൾട്ടിങ് ചെയ്തോളണം. 12 വയസ്സിലായിരിക്കും കൂടുതലായിട്ടും കുട്ടികൾ പല്ല് കെട്ടാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഇനി പല്ല് കെട്ടിയിരിക്കുന്ന കുട്ടികളോട് ആൻറ്റിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പല്ല് കെട്ടിയിരിക്കുന്നത്? കൂടുതൽ നമ്മൾ ഭക്ഷണം ചവച്ചരയ്ക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നന്നായി സ്ഫുടമായി സംസാരിക്കുക എന്നതിനേക്കാൾ എല്ലാത്തിനും അപ്പുറം നമ്മൾ ഭംഗിയായിട്ട് ചിരിക്കണം, അല്ലെ? മറ്റുള്ളവരെ മുഖത്ത് നോക്കി നമ്മുടെ ഒരു ചിരി എന്ന് പറയുന്നത് നമ്മളുടെ വലിയൊരു കാര്യമാണ്. ഒരു ചിരിക്കാത്ത മനുഷ്യൻ എത്രയൊക്കെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാലും, ചിരിയാണ് നമ്മളെ ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ചിരി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മക്കളും പല്ല് കെട്ടാനായിട്ട് ധൃതി പിടിക്കുന്നത്. അപ്പോൾ ഈ പല്ല് കെട്ടിയിട്ടുള്ള കുട്ടികൾ അവരുടെ പല്ല് വൃത്തിയായിട്ട് തന്നെ സംരക്ഷിക്കണം. കാരണം നമുക്കറിയാൻ പറ്റും, പല്ലിൽ കട്ടകളുണ്ട്, കമ്പികളുണ്ട്. അപ്പോൾ അവർക്ക് പല്ല് വേണ്ടത്ര ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് നമ്മൾ ബ്രഷിങ് ചെയ്യണം. 2 നേരം ബ്രഷ് ചെയ്യുക എന്നത്, പല്ല് കെട്ടിയിട്ടുള്ള കുട്ടികൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പല്ല് കെട്ടിയിരിക്കുന്ന സമയത്ത് ഇടയിൽ അഴുക്കുകൾ ഇരിക്കാനായിട്ട്, ഫുഡ് കഴിച്ചിരിക്കാനായിട്ട് ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പല്ലിന് കേടുകൾ വരാനും കൂടുതലാണ്. പലപ്പോഴും കണ്ടിട്ടുള്ളത്, പല്ല് ഒക്കെ കറക്ഷൻ ചെയ്ത് പല്ലൊക്കെ നല്ല ഭംഗിയായി താന്നു ഭംഗിയായി, പക്ഷേ ഈ കമ്പികളും കട്ടകളും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇഷ്ടം പോലെ ക്യാരിസുകൾ, ക്യാവിറ്റികൾ പല്ലിൻ്റെ ഇടകളിൽ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ബ്രഷിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ ബ്രഷിങ്ങും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള കുട്ടികൾ മാത്രമേ പല്ല് കെട്ടണ്ടൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രായം അത് എപ്പോൾ ആവുന്നു അപ്പോൾ കറക്ഷന് പോയാൽ മതി. കാരണം ഇല്ലെങ്കിൽ പല്ല് കെട്ടി ഭംഗിയായി വരുമ്പോഴേക്കും പല്ലുകളെല്ലാം നാശമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പല്ല് കെട്ടിയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കോമൺ ആയിട്ട് ഡെന്റലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണ്, അതിനെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു, അല്ലേ? ഇനി നമ്മളൊരു വീട്ടിൽ നമ്മളുടെ ഒരു പല്ല് സംരക്ഷണം എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവേ ചെയ്യുന്നത് രാവിലെ ബ്രഷ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ വീട്ടിലൊരു ബ്രഷിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് സാധാരണ ഉണ്ടാവുക, ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടായിരിക്കും, ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൂത്ത് ബ്രഷുകൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു മൈൽഡ് ആയിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കാം. നമ്മൾ വിചാരിക്കും ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് അങ്ങോട്ട് ഉരച്ച് കഴുകുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അത് നമ്മളുടെ മോണകൾക്കും പല്ലിനും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രഷുകൾ എപ്പോഴും അതിൻ്റെ രീതിയിൽ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. 3 months മാക്സിമം 6 months കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. പേസ്റ്റുകൾ എപ്പോഴും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഫ്ലൂറൈഡ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ചില പേസ്റ്റുകളാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ടീത്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. നിങ്ങളുടെ പല്ല് ഓൾറെഡി സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ലുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചൂട് വെള്ളമോ തണുത്ത വെള്ളമോ അരികെ പോകുമ്പോഴേക്കും പുളിക്കുന്ന പല്ലുകളാണെങ്കിൽ മാക്സിമം ആ ഒരു വൈറ്റ് ടീത്തനിങ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്ന പ്രൊസീജിയറുകളാണെങ്കിലും നമ്മളുടെ പല്ലിൻ്റെ സെൻസിറ്റിവിറ്റിനെ കൂട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കാര്യമുണ്ട്. ഇനി സാധാരണ രീതിയിൽ ഇപ്പൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ കുറേ കൂടെ ഡെന്റൽ അവയർനെസ് ഉള്ളവരാണ് എങ്കിലും ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമ്മുടെ പല്ലുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ നമ്മൾ ബ്രഷിങ് ചെയ്യുമ്പോൾ ബ്രഷിങ് ചെയ്താലും ക്ലീൻ ആവാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഡെന്റൽ ഫ്ലോസ്. ഇനിയിപ്പോൾ അങ്ങനെ ഫുഡ് ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള അഴുക്കുകൾ നമ്മുടെ പല്ലിൻ്റെ ഇടകളിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഉൾവശങ്ങളിൽ ഇങ്ങനെ കട്ടയായിട്ട് ചിലർക്ക് പ്ലേക്ക് അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ്. അവരൊക്കെ ഡെന്റലിൽ പോയി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം അഴുക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് തോന്നും അവിടെ പല്ലിൻ്റെ പല ഭാഗവും നഷ്ടപ്പെട്ട പോലെ. പല്ലിൻ്റെ ഭാഗമല്ല നഷ്ടപ്പെട്ടത്, അഴുക്കാണ് അവിടെ നഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡെപ്പോസിഷൻ എപ്പോഴും ടെൻഡൻസി കൂടുതലുള്ള ആളുകളുണ്ടായിരിക്കും. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. മോൻ്റെ പണിയാണ്, ചിലപ്പോൾ ഇത് അവനങ്ങോട്ട് വലിച്ച് പൊട്ടിച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ തുമ്പ് പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തിരിച്ച് നമുക്ക് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഡെന്റൽ ഫ്ലോസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിരലിൽ ചുറ്റി പിടിച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടകളിൽ ഇങ്ങനെ ഇറക്കണം. എന്നിട്ട് അവിടെ നന്നായി ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വലിച്ചിറക്കല്ല ചെയ്യേണ്ടത്, പല്ലിൻ്റെ ഇടകളിലേക്ക് ഇറക്കി ക്ലീൻ ചെയ്തിട്ട് അതിനിങ്ങനെ വലിച്ചെടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്യാപ്പ് ഇട്ടിട്ടുള്ള പല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വലിച്ചൂരി അല്ലെങ്കിൽ മുകളിലോട്ട് വലിച്ചൂരിയാൽ ആ ക്യാപ്പിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നീട് ആ ക്യാപ്പ് പൊന്തി ക്യാപ്പ് പുറത്തേക്ക് പോരും. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും പല്ലിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ വലിച്ചെടുക്കണം. അങ്ങനെയാണ് ഫ്ലോസിങ് ചെയ്യേണ്ടത്. അത് നമ്മുടെ മോളാർ ടീത്തുകൾ, വലിയ ടീത്തുകളുടെ ഇടയിലൊക്കെ ചെയ്യാൻ ബെറ്ററാണ്. ഇതിപ്പോൾ നമ്മുടെ വായിൽ തന്നെ ഇട്ടതായതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഫ്ലോസ് എടുക്കുക, ഓരോ പല്ല് ക്ലീൻ ചെയ്യുക, വലിച്ചെടുക്കുക, അടുത്ത പല്ല് ക്ലീൻ ചെയ്യുക, വലിച്ചെടുക്കുക. അങ്ങനെ ഡെയിലി ചെയ്താൽ നല്ല കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും ഫ്ലോസിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ചിലവരുടെ പല്ലിന് അകൽച്ചകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലോസ് ചെയ്താലും അതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടില്ല. ഫ്ലോസ് ഇങ്ങനെ ഇടാം, അതിങ്ങനെ തന്നെ ലൂസായിട്ട് പോരും. അപ്പം അത്രയും അകൽച്ചകൾ ഉള്ള പല്ലുകളാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ടതാണ് ഇന്റർ ഡെന്റൽ ബ്രഷ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഇന്റർ ഡെന്റൽ ബ്രഷ് പല്ലുകളുടെ ഇടയിൽ ആക്കി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് പല്ലിന് ഒരു വേദനയോ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ല സുഖം കിട്ടും. അത് ആ നെർവിന് കൊടുക്കുന്ന സുഖമാണ് അത്. അതിൻ്റെ അർത്ഥം നമ്മുടെ പല്ലിൻ്റെ നെർവുകളിൽ കേടുവരുന്നു എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ, പല്ലിങ്ങനെ മുറുക്കെ കടിച്ചു പിടിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മുടെ പല്ലിൻ്റെ നെർവുകളിൽ കേട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അകൽച്ചയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇന്റർ ഡെന്റൽ ബ്രഷ്. അകൽച്ചയില്ലാത്തവർ യാതൊരു കാരണവശാലും ഈ ഇന്റർ ഡെന്റൽ ബ്രഷ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി അമർത്തിയൊക്കെ ആക്കിയാൽ നമ്മളുടെ മോണകൾ താഴാൻ തുടങ്ങും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ക്യാപ്പ് ഇട്ടിട്ടുള്ള പല്ലുകൾ അല്ലെങ്കിൽ സ്വാഭാവികമായ നിരയിൽ പല്ലിന് അകൽച്ചകളുള്ള ആളുകൾക്ക് ഫ്ലോസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബ്രഷാണ് ഇന്റർ ഡെന്റൽ ബ്രഷ് കേട്ടോ. പല്ല് കെട്ടിയ കുട്ടികൾക്കും ഇത് നല്ലതാണ്. കാരണം വലിയ ബ്രഷ് ഉപയോഗിച്ച് ചിലപ്പോൾ അവരെ പല്ല് എല്ലാ ഭാഗങ്ങളിലേക്കും പോവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് അവർക്ക് പല്ലിൻ്റെ ആ ഒരു ബ്രാക്കറ്റ്, ആ ഒരു കട്ട ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകൾഭാഗവും താഴ്ഭാഗമൊക്കെ ഇങ്ങനെ കുഞ്ഞ് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മേരി മോളുടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്റർ ഡെന്റൽ ബ്രഷ്. പിന്നെയുള്ള കാര്യമാണ് മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത്. മൗത്ത് വാഷ് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇത് നമുക്ക് കാര്യം പറയാൻ ചെയ്ത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്.
ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കമ്പനി പ്രൊഡക്റ്റുകൾ മൗത്ത് വാഷ് മേടിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടും ഏറ്റവും ഹീലിങ്ങും ഗുണമുള്ള മൗത്ത് വാഷാണ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട്, അതായത് കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത്, ആ ഒരു ചൂടുവെള്ളത്തിൽ രാവിലെയും രാത്രിയും വായ കഴുകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൗത്ത് വാഷ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതായാലും ബെറ്ററാണ്, അത് മതി. ഇതിപ്പോൾ നമുക്ക് ഈസിലി എപ്പോഴും ഉപയോഗിക്കാൻ എളുപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബാഡ് ബ്രീത്ത്, അല്ലേ? ശ്വസിക്കുമ്പോൾ പൊട്ട മണം വരുന്നു എന്നുള്ളതൊക്കെ ചില പാരൻസ് ഒക്കെ വന്ന് അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രഷിങ്ങിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് രാവിലെ വൈകുന്നേരം ബ്രഷ് ചെയ്യുക, ഡെന്റൽ ബ്രഷ് ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ അത് ഉപയോഗിക്കുക, ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുക, മൗത്ത് വാഷ് അല്ലെങ്കിൽ സലൈൻ വാഷ് മൗത്തിൽ ചെയ്യുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടികളാണ്. എന്നിട്ടും അവർക്ക് ആ ഒരു ബാഡ് ബ്രീത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു ENT കൺസൾട്ടേഷൻ നടത്തണം. കാരണം ആ ഒരു ബാഡ് ബ്രീത്തിൻ്റെ കാരണം അവരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ നിന്ന് വരുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ അവരുടെ മൂക്കിലുള്ള ദശയ്ക്കോ മൂക്കിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ തൊണ്ടയിലെ ടോൺസിലൈറ്റിസിൻ്റെ ഭാഗമായിട്ടോ ടോൺസിൽസ് എന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇവിടെയും പരിഹരിക്കപ്പെട്ടിട്ടും ആ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം മാറുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ഗ്യാസ്ട്രിക് പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒരു ബാഡ് ബ്രീത്ത് എന്ന് പറയുന്നത് അവൻ മര്യാദയ്ക്ക് ബ്രഷ് ചെയ്യുന്നില്ല. ചില കുട്ടികളൊക്കെ പാരൻസ് പറയും, നീ ശരിക്കും ബ്രഷ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. രാത്രി ബ്രഷ് ചെയ്യൂ, വൈകിട്ട് ബ്രഷ് ചെയ്യൂ, പകല് ബ്രഷ് ചെയ്യൂ. കുട്ടികൾ ഇങ്ങനെ ബ്രഷ് ചെയ്യും. പക്ഷേ ഒരിക്കലും ചിന്തിക്കരുത് ബാഡ് ബ്രീത്തിൻ്റെ ഒരു കാരണം വായിൽ നിന്ന് മാത്രമാണെന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും അതിന് പരിഹാരമില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ് ENT, ഗ്യാസ്ട്രോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ബ്രഷിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് വിപുലമായിട്ട് കിടക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പീഡിയാട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് ഡെന്റിസ്ട്രിയിൽ ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പരീക്ഷണങ്ങളും പ്രൊസീജിയേഴ്സും പ്രോബ്ലംസും ഡെന്റിസ്ട്രിയിലുണ്ട്. അതിനെല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ പരിഹാരങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിലുള്ളൊരു പ്രൊഫഷനാണ് ഡെൻ്റൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് തരം എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ജോലിക്ക് കയറാൻ പറ്റുന്നത്, എന്താണ് ഓപ്പർച്യൂണിറ്റി, എന്താണ് സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ആസ് എ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ പാരൻ്റായിരിക്കുന്ന അനിയത്തിമാർക്കോ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.